വേറെ കോളേജിൽ പഠിച്ച കുട്ടികൾ ഇവിടെ വീണ്ടും പഠിക്കാൻ നമ്മുടെ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവര് പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ B2കാർക്ക് പോലും A2 ലെവൽ പോലും ഉള്ള ക്വാളിറ്റി ആ കുട്ടികൾക്കില്ല. പുറത്തുനിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനമാണ് എഡ്യൂഫ്ലെയർ. സത്യത്തിൽ ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു വിദേശ രാജ്യത്തിലേക്ക് പോകുന്ന ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങോ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു മാസം കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നു. ഞങ്ങളുടെ ഫീസ് അടച്ചെന്നല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാം കോളേജാണ് ചെയ്തത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൂടെ പോകുന്ന ഏറ്റവും വലിയൊരു സംശയമായിരിക്കും. എഡ്യൂഫ്ലെയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 1000-ലധികം കുട്ടികൾ ഓഫ്ലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഇപ്പോൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എഡ്യൂഫ്ലെയർ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇവിടെ ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ പേരൻറ്റിൽ നിന്ന് നമുക്ക് കേട്ട് മനസ്സിലാക്കാം. ബിനുചേട്ടാ, നമസ്കാരം. നമസ്കാരം. ജർമ്മൻ ഭാഷ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഇന്നറിയാം, നമുക്ക് കേരളത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നും എന്തുകൊണ്ടാണ് ഫിയോണയെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് എഡ്യൂഫ്ലെയർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്? അതുകൊണ്ട് ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അങ്ങനെ അന്വേഷിക്കാനായിട്ട് വന്നു, അങ്ങനെ അത് ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലായതിൽ ഫാക്കൽറ്റിയെ കൂടാതെ ഒരു അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതെ അതെ. അപ്പം തീർച്ചയായിട്ടും പിന്നെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതാണ് മെയിനായിട്ട് ഉള്ളത്. ആദ്യം ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞങ്ങളുടെ ഒന്ന് ജോയിൻ ചെയ്തത്. ഓക്കെ. പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എനിക്ക് തോന്നുന്നത് അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ ആർക്കും ചെയ്യാമല്ലോ, പക്ഷേ ഇൻ റിയാലിറ്റിയിൽ അങ്ങനെ ഡെലിവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നില്ല. അപ്പം ബിനുചേട്ടൻ ഇപ്പം കുട്ടികളോട് പഠിക്കാൻ ജോയിൻ ചെയ്ത് പഠിച്ച് പാസ്സായി ജർമ്മനി പോയി. അപ്പം ഇവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് നന്നായിട്ട് പഠിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 4 മൊഡ്യൂളും അവർക്ക് ക്ലിയർ ചെയ്യാനൊക്കെ സാധിച്ചു. നന്നായിട്ട് പഠിപ്പിച്ചതുകൊണ്ടാണല്ലോ. ഞാനിപ്പോൾ ആളുകളോടൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനമാണ് എഡ്യൂഫ്ലെയർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് ഒക്കെ ആവുന്നുള്ളൂ മറ്റ് രാജ്യങ്ങളിലെ അപേക്ഷിച്ച്. അങ്ങനെ പല ആൾക്കാരും എൻ്റെ കെയർ ഓഫിൽ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പം ഈ വരുന്ന ഏപ്രിലിൽ +2 കഴിഞ്ഞ് 2 കുട്ടികൾ, എൻ്റെ ഇളയ ബ്രദറിൻ്റെ മോളും ഇളയ സിസ്റ്ററിൻ്റെ മോളും ജോയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം അവരവിടെ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ എന്നെ കൊണ്ട് അറിയാവുന്ന ആളുകളോടൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. നല്ല സ്ഥാപനമാണ്. ബിനുചേട്ടാ, പക്ഷേ പല ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം നാട്ടിൽ ഭയങ്കര ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കും 30000 രൂപയ്ക്കൊക്കെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷേ എഡ്യൂഫ്ലെയറിൽ ഇപ്പോൾ ഒരാൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ 8 മാസത്തേക്ക് 1 ലക്ഷം രൂപ പ്ലസ് GST ഫീസ് കൊടുക്കണം. അപ്പം അതൊരു ഫീസ് കൂടുതലാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ബിനുചേട്ടൻ അങ്ങനെ ചിന്തിക്കാറുണ്ടോ, ചിന്തിച്ചിരുന്നോ? ഇപ്പം നമ്മൾ യൂട്യൂബിലും എവിടെ നോക്കിയാലും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കോളേജുകളെ കുറിച്ച് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്കിത് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ അവിടെ അയച്ചിട്ടുള്ള കുട്ടികളുടെ പേരൻസ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജാണ് എഡ്യൂഫ്ലെയർ എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ പൈസ നോക്കി, ഫീസ് നോക്കി നിങ്ങൾ പോവാതെ ഒരു 10 രൂപ കുറച്ച് ഫീസ് കൂടിയാലും കുഴപ്പമില്ല, ഈ കോളേജിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുക. മാത്രമല്ല, 1-2 പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ എല്ലാവരും പാസ്സാവുന്നുണ്ട്. ഇപ്പം 30,000 രൂപ 40,000 പരസ്യമാണ്. ഇനി ആ ഒരു എമൗണ്ടിലാണ് അവർ പഠിക്കുന്നതെങ്കിലും അവരൊരു 10 പ്രാവശ്യമെങ്കിലും എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിനേക്കാളും നമ്മൾ ഉദ്ദേശിച്ചാൽ കൂടുതൽ എമൗണ്ട് ഫീസ് ഇവർക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, വേറെ കോളേജിൽ പഠിച്ച കുട്ടികൾ ഇവിടെ വീണ്ടും പഠിക്കാൻ നമ്മുടെ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ B2കാർക്ക് പോലും A2 ലെവൽ പോലും ഉള്ള ക്വാളിറ്റി ആ കുട്ടികൾക്കില്ല. പുറത്തുനിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പം മോള് മാത്രമല്ല, അതിൻ്റെ മോള് ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെയൊക്കെ വിജയ ശതമാനം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ബിനുചേട്ടനെ സംബന്ധിച്ച്, ബിനുചേട്ടൻ സ്വന്തം വീട്ടിൽ ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അതായത് സ്വന്തം വീട്ടിലെ ഭക്ഷണം കൊടുത്തൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്, ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ. അപ്പം ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പേരൻസിനോട് സംസാരിക്കുമ്പോൾ എഡ്യൂഫ്ലെയറിനെ കുറിച്ച് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത്. കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിക്കും, എങ്ങനെയുണ്ട്, നല്ല കോളേജാണോ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഓരോ A1 A2 ഒക്കെ കഴിയുമ്പോൾ ഉള്ള റിസൾട്ട് കിട്ടുന്നത് കാണുമ്പോൾ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം കുട്ടികൾ ഫസ്റ്റ് ചാൻസ് തന്നെ A1ഉം A2ഉം B2 ഒക്കെ ഇവിടെ പാസ്സാവുന്നുണ്ടല്ലോ. പിന്നെ ഗോവിത്ത വരുമ്പോൾ കുറച്ച് ടഫാണ്. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ അവർക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ 4 മൊഡ്യൂൾ അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പേരൻസ് എല്ലാം ഹാപ്പിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹാപ്പിയാണ് അവർക്ക്. ഓക്കെ.
ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ലാംഗ്വേജ് പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, പ്രോസസ്സിങ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്കില്ല. അപ്പം ഞാൻ പല പേരൻസും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം അല്ലെങ്കിൽ പല പേരൻസും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷൻ വിസയുടെ ടെൻഷനൊക്കെ അവർ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പം ബിനുചേട്ടൻ്റെ കേസിൽ ഇപ്പോൾ ഫിയോണയുടെ കാര്യത്തിൽ ഈ പ്രോസസ്സുകളൊക്കെ എഡ്യൂപ്ലെയർ എത്രത്തോളം എളുപ്പത്തിൽ ബിനുചേട്ടനെ ചെയ്തു തന്നിട്ടുണ്ട്? എൻ്റെ കുടുംബത്തിൽ 2 പേരാണ് പോയത്. 2 പേര് പോയപ്പോൾ ഒന്ന് അനിയൻ്റെ മോളും കൂടാണല്ലോ പോയത്. അപ്പം പോയി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു വിദേശ രാജ്യത്തിലേക്ക് പോകുന്ന ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങോ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. 1 മാസം കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഈ കാര്യങ്ങളൊക്കെ. ഞങ്ങളവിടെ ഫീസ് അടച്ചെന്നല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാം കോളേജാണ് ചെയ്തത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദി പറയുന്നു അതിന്. എനിക്ക് തോന്നുന്നു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഞാൻ പല കുട്ടികളുടെ സ്റ്റോറി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ കാണാറുണ്ട്. അതായത് അവർക്ക് ടെൻഷനാണ്, വിസ കിട്ടുമോ, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ ചെയ്യണം, റിജക്ഷൻ വരുമോ. കാരണം നമ്മൾ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പ്രോസസ്സിങ്ങിനാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു കുട്ടി, ഒരു പേരൻറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ജോയിൻ ചെയ്യുക, ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഏതൊരു പേരൻ്റ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനമാണല്ലോ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊരു ചടങ്ങുണ്ട്, ഒരു കുട്ടി ഒരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ പേരൻസും കുട്ടികളൊക്കെ ആയിട്ട് കോളേജ് കാണാൻ പോകുന്നൊരു ചടങ്ങുണ്ട്. അപ്പം എഡ്യൂപ്ലെയർ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും നല്ലൊരു എൻവയോൺമെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആസ് എ പേരൻറ്റ് അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ ചേട്ടാ? ഞങ്ങൾ ഫസ്റ്റിലെ ക്ലാസ് റൂമൊക്കെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നുള്ളപ്പോഴുള്ള ക്ലാസ് റൂമുകളൊന്നും അല്ല, ഇപ്പം കുറച്ചുകൂടെ ഡെവലപ്പായി 3 ഫ്ലോറിൽ ഇപ്പം ക്ലാസ് റൂം നടത്തുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ, 100 കുട്ടികൾ കൂടുതൽ ഇപ്പം ടെക്നിക്കലി 1000-ലധികം കുട്ടികളുണ്ട്. അന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ക്ലാസ് എല്ലാം എ സി റൂമുകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ, മികച്ച അധ്യാപകരാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പഠിപ്പിക്കാനുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ഉണ്ട്. നല്ല അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ സ്റ്റാഫിൻ്റെ പെരുമാറ്റങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും നമ്മളിനി എന്ത് പറയാൻ, എല്ലാം കൊണ്ടും വളരെ ഇത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നല്ല ഒരു ആംബിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പല പേരൻസിനുള്ളൊരു സംശയം, അതായത് ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നത്, സോഷ്യൽ മീഡിയ കൂടെ കാണുന്നത്, ന്യൂസിലൂടെ കാണുന്നതൊക്കെ ഇപ്പം ഈ യൂത്ത് കുറേ കാര്യങ്ങളിലേക്ക് വഴിതെറ്റി പോകുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അവർക്ക് കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആസ് എ പേരൻറ്റ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ ഇവർ പഠിച്ച് പാസ്സാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ടോ, ഇവർ സേഫ് ആണോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം എഡ്യൂപ്ലെയർ പോലത്തെ ഒരു ക്യാമ്പസിൽ അങ്ങനത്തെ ഒരു സേഫ്റ്റിയൊക്കെ എത്രത്തോളം എൻഷുർ ചെയ്തിട്ടുണ്ടെന്നാണ് ബിനുചേട്ടൻ ആസ് എ പേരൻറ്റ് മനസ്സിലാക്കുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വഴിതെറ്റിപ്പോകാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലുള്ളൊരു ഇതാണ് കാലമാണല്ലോ. നമ്മൾ പേപ്പറിലൂടെയൊക്കെ കാണുന്നതാണ് പല കാര്യങ്ങൾ. പക്ഷേങ്കിൽ ഇവിടെന്ന് പറഞ്ഞാൽ ഈ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളായതുകൊണ്ട് വലിയ ഈ പേരൻസിനോടൊപ്പം വളർന്ന് +2 കഴിഞ്ഞിട്ടാണ് ഇവർ ഈ കോഴ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് വലിയൊരു നോളജൊന്നും, വേറൊരു ശ്രദ്ധയൊന്നും അങ്ങനെ ഇവർക്കില്ലാന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം കുറേ കുട്ടികൾ ഞാനിപ്പോൾ കാണുമല്ലോ, ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലും ബോയ്സും ഗേൾസും ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർ പള്ളിയിൽ പോകുന്നവർ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു. എല്ലാം കൊണ്ടും അവർ പഠിക്കുന്ന കാര്യത്തിൽ അവർ ടൈം ടേബിൾ വെച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് അവർക്ക് ഡയറക്ഷൻ കൊടുക്കും. പിന്നെ എക്സാം സമയത്ത് നന്നായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് മറ്റ് വേറെ കൂട്ടുകെട്ടുകളിലേക്ക്, മോശം കൂട്ടുകെട്ടുകളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളില്ല. കാരണം കോളേജിൽ ഒരു 4 മണിക്കൂർ പഠിപ്പിക്കുന്നു, വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വന്നാലും 4 മണിക്കൂർ പഠിക്കണം. അങ്ങനെ തന്നെ ഒരു 8 മണിക്കൂർ അവർക്ക് പോകും. എപ്പോഴും ബിസിയാണ്. പിന്നെ ഇവർക്ക് ഹോംവർക്കൊക്കെ ചിലപ്പം വെളുപ്പിനെ പിറ്റേ ദിവസം തന്നെ തീർക്കണം. അന്ന് തീർത്തില്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കുട്ടികൾ എപ്പോഴും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. പറഞ്ഞാൽ അവർക്ക് 8 മാസത്തെ കോഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആ കോഴ്സിൽ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ മോശം കുട്ടികൾക്ക് പോകാനുള്ള സമയമില്ല, സാഹചര്യമില്ല. എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിനുചേട്ടൻ ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? ഇവർക്ക് മെയിനായിട്ട് ഹോംലി ഫുഡാണ് മെയിനായിട്ട് അവർക്ക് കൊടുക്കുന്നത്. കാരണം ഇപ്പം എല്ലാ ഹോസ്റ്റലുകളിലും കുട്ടികൾ പറയാറുണ്ട് മഞ്ഞക്കറിയാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഹോംലി ഫുഡാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നോൺ വെജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ മെയിനായിട്ട് കൊടുക്കണം. കാരണം മെയിനായിട്ടുള്ള പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവർക്ക് അതിന് പഠിക്കാനുള്ള റൂമുകളിൽ പിന്നെ ടേബിളും ചെയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 റൂമുകളിലൊക്കെ ബാൽക്കണികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുറത്തു പോകാനല്ല, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളോട് ഷെയർ ചെയ്യണം എന്നൊരു ഇതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ വളരെ ഫ്രണ്ട്ലിയാണ്. അവരുടെ പേരൻസിനെ കാണുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ പേരൻസ് കുട്ടികളോട് നല്ല രീതിയിൽ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. അതുകൊണ്ട് നല്ലൊരു രീതിയിലാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങളും അതുപോലെ തന്നെയാണ്.
പിന്നെ അൺലിമിറ്റഡ് ആണ് ഫുഡൊക്കെ, എല്ലായിടത്തും മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് ഒരേ കിച്ചൺ തന്നെയാണ്, ഒരേ സ്ഥലത്തിരുന്നാണ് കഴിക്കുന്നത്. ഒരേ കിച്ചന്, ഡൈനിങ് ടേബിൾ ഇച്ചിരി മാറിയിട്ട് ഡൈനിങ് ടേബിൾ ഉണ്ട്, അവിടെ നിന്ന് കഴിക്കുമല്ലോ. ഈ പേരൻസ് ഒക്കെ ഫ്രീക്വന്റ്ലി വിനിച്ചേട്ടനുമായിട്ടും ചേച്ചിയായിട്ടും കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അവര് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഏൽപ്പിച്ച് തരുന്ന ഒരു ഫീലിലായിരിക്കും അവർ അതിനെ കാണുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ പേരൻസ് പോകുമ്പോൾ ഇവിടുന്ന് കുട്ടികൾ പാസ് ഔട്ടായി പോകുന്ന സമയത്ത് എക്സാം കഴിയുമ്പോൾ ഇവരെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ചില ഇപ്പോൾ ഒരു പേരൻസ് അൽഷിഫ ഉപ്പായുമായി വന്നിരുന്നു, അതുപോലെ ശ്രീനന്ദ, അവരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ സേഫായിട്ടാണ് നിങ്ങൾ നോക്കിയത്, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവർ ഇവിടുന്ന് പോയത്. മിക്കവാറും പോയി കഴിയുമ്പോൾ കോൺടാക്ട് ഉണ്ട്, ഞങ്ങളോട് കോൺടാക്ട് ഉണ്ട്. തീർച്ചയായിട്ടും. അതൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണല്ലോ. എനിക്ക് തോന്നുന്നു ബിനിച്ചേട്ടൻ ഈ ഫിയോണെ, അൻസു ഇവരൊക്കെ പഠിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം മേ ബി ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അവർ ജർമ്മൻ പഠിക്കുമ്പോൾ അവരുടെ സ്ട്രഗിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. അതെ അതെ അതെ. പിന്നെ ഇവർക്ക് A1 ഇവർ വരുമ്പോൾ വലിയൊരു ABCD 1 2 3 ഒക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഹരിശ്രീ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിക്കുന്ന പോലെയാണ് അവർ സ്റ്റാർട്ടിങ്ങിൽ അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പതുക്കെ ഇപ്പോൾ ഗ്രാജുവലി അവർക്ക് കോൺഫിഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ അവരോട് പറഞ്ഞു മനസ്സിലാക്കും, മക്കളെ ഇതിന് മുൻപ് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്, കുറച്ച് ടഫായിട്ട് ലാസ്റ്റ് ലാബ് വരും, അപ്പം ബേസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് ലാസ്റ്റിൽ ഫസ്റ്റ് തൊട്ടേ നിങ്ങൾ അതാത് ദിവസം കാര്യങ്ങൾ ഹോംവർക്കുകളാണെങ്കിലും ഒന്നും പെൻഡിങ് ഇടാതെ അത് പഠിച്ചോണം. ഞാൻ എല്ലാ ദിവസവും എല്ലാവരോടും ചോദിക്കും. അപ്പോൾ അവർ ഓക്കെ അങ്കിളെ എന്ന് പറയും, എല്ലാം കറക്റ്റാണ്. അപ്പം അങ്ങനെ ഒരു ഡയറക്ഷൻ കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. പേരൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു സപ്പോർട്ടാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആക്ച്വലി ജർമ്മൻ പഠിക്കാൻ വരുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച്? ഇത് വെച്ചാൽ ഒരു ടഫായിട്ടുള്ള ലാംഗ്വേജ് ആണ്. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എക്സാം ഒക്കെ കഴിയുമ്പോൾ മാർക്കൊന്ന് കുറയും, അപ്പോൾ അവരെ വഴക്ക് പറയുകയല്ല, അവരെ ഒന്നുകൂടെ സാരം നിനക്കത് പറ്റും, ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക. അപ്പം പേരൻസ് വിചാരിക്കും ഞാൻ ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കുകയല്ലേ, അതുകൊണ്ട് ഇച്ചിരി മാർക്ക് കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ നീ പഠിക്കാത്തതാണ് കുഴപ്പം, അങ്ങനെ ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പം ഞാൻ പേരൻസിനോട് വിളിക്കും, പേരൻസിനോട് പറയാം അങ്ങനെയല്ല, നമ്മൾ വേറൊരു രാജ്യത്തെ ലാംഗ്വേജാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവർ പഠിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവർക്ക് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, അത് പതുക്കെ അവരങ്ങ് റെഡി ആയിക്കോളും, അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ, അവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നവർ പറയാറുണ്ട്. ഓക്കെ. അപ്പം പേരൻസും ഞങ്ങളോടും സംസാരിക്കും, നമുക്ക് മാർക്ക് കുറഞ്ഞെങ്കിൽ അത് ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങൾ പല പേരൻസിന്റെയും കുട്ടികളുടെ ഒരു ആശങ്കയാണ്, അതായത് നാട്ടിൽ നിന്ന് നമുക്ക് എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യാം, ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത്? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പല കുട്ടികൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്, ഈ കേരളം പോലത്തെ അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യം വിട്ട് ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലോ ബെർലിനിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അവർക്കറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലൈമറ്റ്, ഭാഷ, ഗ്രോസറീസ്, കുക്കിംഗ് എല്ലാം അൺസർട്ടൈൻ ആണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള ഒരു ഏരിയ ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം എഡ്യൂഫ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടുകൾ ആ ഒരു കാര്യത്തിൽ ഫിയോണയ്ക്കും അൻസുവിനും കിട്ടിയിട്ടുണ്ട്? ഇവരിവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പം ടിക്കറ്റൊക്കെ എഡ്യൂഫ്ലെയർ തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. പക്ഷെ അത് പോയപ്പം ബെഹറിൽ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മോളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ജില്ല വിട്ട് പുറത്ത് അവൾ പോയിട്ടില്ല. പിന്നെ ഞങ്ങളോടൊപ്പം ചെറിയ ദൂരങ്ങളൊക്കെ വന്നിട്ടല്ലാതെ അവൾ കേരളത്തിൽ പുറത്തൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അങ്ങനെയുള്ള ആളാണ് ഇവിടുന്ന് ജർമ്മനി പോയതും. ബെഹ്റിനിലെ 5-10 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ ക്യാബിനൊക്കെ കൊടുത്തിരുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് അവർക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ളൊരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടുന്ന് ഡയറക്ഷൻ കൊടുത്തു. അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്, ട്രെയിൻ കയറി നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പിക്ക് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ അവർ ചെന്നിറങ്ങി. അവർ പിന്നെ ഒരു വണ്ടി വന്നു, അവർ ആദ്യം കോളേജിലേക്ക് കൊണ്ടുപോയത്. നല്ല ഒരു കോളേജ്, അവിടെ ആപ്ലിക്കേഷൻ ഫോമും കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ റൂമിൽ ഒരു വലിയൊരു അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇന്ത്യൻ മണി ഏകദേശം ഒരു 3 ലക്ഷം രൂപയാണ് അപ്പാർട്ട്മെന്റ്സിന് റെന്റ്. 6 പേരുണ്ട്, ഒരാൾക്ക് ഇന്ത്യൻ മണി ഒരു 50,000 രൂപ വെച്ചാകുന്നു. അപ്പോൾ നല്ല ഇതായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഇവർ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. അവർ 15 ദിവസത്തേക്കുള്ള ഫുഡ് ഇഷ്ടം പോലെ അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. അതായത് 7 കിലോ ചിക്കൻ, 30-40 കോഴിമുട്ട, അതുപോലെ എല്ലാം വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം എല്ലാം ഒരു 15 ദിവസത്തേക്കെന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു മാസത്തേക്ക് കൂടുതലുള്ള എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഫർണിച്ചർ എല്ലാം ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു. എല്ലാം ഇവിടുന്ന് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ കുക്കറൊക്കെ അവർക്ക് ആവശ്യം വന്നു. അത് എനിക്കൊന്ന് യൂറോപ്പിൽ കിട്ടാത്തൊരു സാധനം. ബാക്കി അവർ എല്ലാ കാര്യങ്ങളും അവർ അവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ധൈര്യമായി. ടെൻഷൻ ഒട്ടും ഉണ്ടായില്ല. അതാണ് സത്യം. അപ്പം അതിനുശേഷമാണെങ്കിലും എനിക്കൊന്ന് നമുക്ക് ഗ്രോസറി വാങ്ങാൻ പോകണം, അല്ലെങ്കിൽ പുറത്ത് കാര്യങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, അതൊക്കെ അന്വേഷിച്ചോ? എത്രത്തോളം അവർ സ്വന്തമായിട്ട് ചെയ്യാൻ കേപ്പബിൾ ആയോ? അത് തൊട്ടടുത്ത് തന്നെ പിന്നെ തമിഴ്നാട്ടിലുള്ള ഒരാളുടെ ഒരു കടയുണ്ട്, മലയാളം പറയുന്ന ആളാണ്. മലയാളികളുടെ സൂപ്പർ മാർക്കറ്റുണ്ട്. നമ്മുടെ ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അരിപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. അതിനൊന്നൊരു ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഒരു ഗൈഡ് എനിക്കൊന്ന് ഇപ്പോഴും ആ ഗൈഡ് അവരുടെ കൂടെ ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ? അതെ, നല്ലൊരു പ്രായമുള്ളൊരു ആൻറ്റിയാണ്, മാഡമാണ്.
നല്ലൊരു എല്ലാത്തിനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരിക്കലും പിന്നെ അനിയൻ്റെ മോൾക്ക് പനി പോലെ വന്നു. പനി വന്നപ്പോൾ അവളങ്ങ് കുറച്ചങ്ങൊരു എന്താ കിടന്നുപോയി അങ്ങ്. അതെ. പെട്ടെന്ന് അവർ ആംബുലൻസുമായിട്ടാണ് വന്നത്. ഓ. ആംബുലൻസുമായിട്ട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്യും. ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇച്ചിരി HB ഏതാണ്ട് കുറവായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ എന്തൊക്കെ വന്നു. മുഴുവൻ ഒരാഴ്ച ലീവും കൊടുത്തു. കംപ്ലീറ്റ് ആയി മുഴുവൻ കാര്യങ്ങൾ അവിടെ അവരാണ് ചെയ്തത്. പിന്നെ ഹോസ്പിറ്റലിൽ പൈസയൊന്നുമില്ല നമുക്ക്. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. നമുക്ക് അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ. ഈ കൺസൾട്ടൻസികളെ കുറിച്ചൊക്കെയുള്ള പൊതുവെയുള്ള ഒരു അപവാദമാണ് ഓൾറെഡി കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഫോൺ എടുക്കില്ല എന്നുള്ളത്. അപ്പം ഫിയോണ അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് എഡ്യൂഫ്ലെയറിന് ബിനുചേട്ടനൊക്കെ കണക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം എഡ്യൂഫ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമുക്ക് ആ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലിയിൽ ചെല്ലുന്ന പോലുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അത് ചെയർമാനെ തന്നെ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പം എന്തൊരു ആവശ്യം വന്നാലും അവരെ അങ്ങോട്ടും കോൺടാക്ട് ചെയ്യും, തിരിച്ച് ഫിയോണയ്ക്ക് വേണമെങ്കിൽ കോളേജിലും കോൺടാക്ട് ചെയ്യാം. ഇപ്പോഴും നല്ലൊരു ബന്ധത്തിലാണ് ആ കോളേജുമായിട്ട് അവർ പോകുന്നത്. അത് ടീച്ചേഴ്സുമായിട്ടാണെങ്കിലും സ്റ്റാഫുകളൊക്കെ ആയിട്ടും ഒരു കണക്ഷനുണ്ട്. പിന്നെ വാട്സപ്പിലൊക്കെ മെസ്സേജുകളൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴും പിന്നെ അവരുടെ കെയർ ഓഫിലും ആരെങ്കിലും ജർമ്മനിക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എപ്പോഴും ആ കോളേജിൽ തന്നെയാണ്, എഡ്യൂഫ്ലെയറിൻ്റെ തന്നെയാണ് ഫിയോണ പറയാറുള്ളത്. അവർക്ക് ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ്. അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് ഈ കോളേജുമായിട്ട്. ജർമ്മനി എന്ന് പറയുന്ന യൂറോപ്പിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിയിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള എഡ്യൂഫ്ലെയർ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും സമയം നമ്മൾ എഡ്യൂഫ്ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന ജർമ്മൻ ലാംഗ്വേജ് ട്രെയിൻ ചെയ്യുന്ന ക്വാളിറ്റിയെക്കുറിച്ചും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ചുമാണ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേരൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും ക്വാളിറ്റിയിലെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.